السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشارحه ولعواشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. മാഷാ അല്ലാഹ്, ബഹുമാനപ്പെട്ട കഴക്കൂട്ടം ഉസ്താദിന്റെ തസ്സൗഫ് ക്ലാസും അതിലേറെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ മേലിൽ ഫാത്തിഹ ഓതി വളരെ അർത്ഥവത്തായ ഒരു ദുആവും ചെയ്ത് അല്ലാഹു തആല ഒക്കെ കബൂലാക്കുമാറാട്ടെ. ഉസ്താദ് അവർക്ക് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സും നാഫിയായ ഇൽമും വർദ്ധിപ്പിക്കുമാറാകട്ടെ. പിന്നെ നമ്മളെ പ്രിയപ്പെട്ട കാവുംപടി ഉസ്താദ് നല്ലൊരു ശിക്കായത്ത് പാട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശിക്കായത്ത് പറയുന്ന നല്ലൊരു അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. ഉസ്താദ് അവർക്കും തന്നെ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സും സുന്നത്ത് ജമാഅത്തിന് സേവനം ചെയ്യാനുള്ള ആഫിയത്തും തൗഫീഖും ദീർഘായുസ്സും ഒക്കെ നൽകുമാറാകട്ടെ. എല്ലാവിധ ശത്രുക്കളുടെ എല്ലാ തരത്തിലുള്ള ഉപദ്രവങ്ങളിൽ നിന്നും അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആളുകളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിന്റെ ശേഷം നമ്മളെ പ്രിയപ്പെട്ട ബിസ്മില്ല 786 കുട്ടി വന്നിരുന്നു. സാധാരണ നമ്മളെ ദർസിന്റെ സമയം ആയതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം കിസ് പറ്റുന്ന സമയമല്ല. ക്ലാസ് കഴിഞ്ഞാൽ ഇവിടെ വിശാലമായ സമയം ഉണ്ടാവും. അപ്പൊ കുട്ടികളൊക്കെ വരണം. നല്ല മദ്ഹ് പാട്ട് പാടുക, പഠിക്കാൻ പറ്റുന്ന നല്ല ക്ലാസ് ഒക്കെ നടത്തുക ഒക്കെ അല്ലാഹു തആല നമ്മളെ മക്കൾക്കൊക്കെ നല്ല ഖൈറായ നാഫിയായ ഇൽമ് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ പഠനത്തിലും പരീക്ഷയിലും ഒക്കെ അല്ലാഹു തആല നല്ല വിജയവും നല്ല ഓർമ്മശക്തിയും പഠിക്കാനുള്ള കഴിവും ഒക്കെ നമ്മളെ മക്കൾക്കൊക്കെ അല്ലാഹു തആല ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരൊക്കെ എഴുതിയ പരീക്ഷയിൽ നല്ല മാർക്കോട് കൂടി അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളാക്കി നമ്മളെ പ്രിയപ്പെട്ട കുട്ടികളെയൊക്കെ അല്ലാഹു തആല ദീനിന്റെ ഖാദിമീങ്ങളാക്കി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. പിന്നെ പ്രത്യേകമായി നമ്മളെ ചുഴലി ബാക്കി ഉസ്താദ് വിളിച്ചറിയിച്ചിരുന്നു. നമ്മുടെ അഡ്മിന്മാരിൽപ്പെട്ട ഒരു സജീവ പ്രവർത്തകനായ അബൂയാഷ്, അദ്ദേഹത്തിന്റെ മകന് സുഖമില്ല, പനി ബാധിച്ച് വളരെ പ്രയാസമാണ്, ആശുപത്രിയിൽ അഡ്മിറ്റാണ്, പ്രത്യേകം ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കഴക്കൂട്ടം ഉസ്താദിന്റെ ദുആയിൽ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ പുറമെ ഇൻഷാ അല്ലാഹ് അവസാനത്തെ ദുആയിൽ എല്ലാവർക്കും ദുആ ചെയ്യുന്ന കൂട്ടത്തിലും ഉൾപ്പെടുത്താം. അല്ലാഹു തആല കുട്ടിയുടെ രോഗം ഏത് തരത്തിലുള്ള രോഗമാണെങ്കിലും എങ്ങനെ വന്നതാണെങ്കിലും മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് കൊണ്ടും ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹുവിന്റെ കറാമത്ത് കൊണ്ടും മറ്റെല്ലാ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ടും പരിപൂർണമായ ശിഫയും ആഫിയത്തും എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. പൂർണ്ണ ശിഫ നൽകി അല്ലാഹു തആല ആഫിയത്ത് എളുപ്പമാക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഇന്നലെ പറഞ്ഞ കൊണ്ടോട്ടിയുടെ സമീപത്തുള്ള ഒരു കുട്ടി പരീക്ഷ തൊട്ടടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്നതിന്റെ ഇടക്ക് ആക്സിഡന്റായി, ബൈക്ക് ആക്സിഡന്റായി, കാലിന് മുറിവേറ്റ് ആശുപത്രിയിലാണ്. ഇടക്ക് പനി വരുന്നുണ്ട്. അപ്പോ പെട്ടെന്ന് ശിഫയാകാനും ആ പരീക്ഷ തടസ്സമില്ലാതെ എഴുതാനൊക്കെ ഉള്ള തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു. അല്ലാഹു തആല എളുപ്പത്തിൽ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്ത് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അപകടങ്ങളിൽ നിന്നും ആഫത്തുകളിൽ നിന്നും നമ്മളെയും അവരെയും ഒക്കെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. കുറച്ച് സമയം ഫത്ഹുൽ മുഈൻ ഓതാം നമുക്ക്.
ആലുരാജിക്ക നേരത്തെ ഒന്ന് അടിച്ചിരുന്നു, അത് പോയി ഇപ്പൊ രണ്ടാമത് വീണ്ടും അടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. അതെ, ഈ കയറിട്ട് കെട്ടാഞ്ഞാല് ആളുകൾ ഇങ്ങനെ കാര്യമുള്ളത് തന്നെ ഈ കാര്യം ചിലപ്പോ കാര്യമില്ലാത്തതുകൊണ്ടോ അടിച്ചു കൊടുക്കും. അപ്പോ ഫത്വൽമീന്റെ ഭാഗത്ത് പബ്ലിക്കിൽ ടെസ്റ്റ് ചെയ്ത ആട് കയറിപ്പോവും. അപ്പൊ നമ്മൾ ദിവസം തുടങ്ങുമ്പോൾ അത് സാധാരണ പോലെ നിയന്ത്രിക്കൽ തന്നെയാണ് ഹൈറ്. കാരണം നമുക്ക് ഇവിടെ പൂവിന്റെ ഒന്നും ആവശ്യം തൽക്കാലം ഇപ്പം ഇല്ല. പൂവൊക്കെ തെരഞ്ഞെടുപ്പിൽ മറ്റൊരുതാ, നമ്മക്കായി വേണ്ട. ഞാൻ അതിന്റെ എതിരാരന, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് പൂവടിക്കണോലെ അത് താല്പര്യമുള്ളവർക്ക് അടിച്ചു കൊടുത്തോളേണ്ടി, എനിക്ക് പൂവിന്റെ ആവശ്യം ഇല്ല. മനസ്സിലായില്ലേ? അല്ലാഹ് നിങ്ങളൊക്കെ ദുആയിരുന്നാ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. ഫർഉൻ ഇദാ തനജ്ജസ മാഉൽ ബിഇരി അൽ ഖലീലു, അൽ ഖലീലിയല്ല, അൽ ഖലീലു. ഇദാ തനജ്ജസ മാഉൽ ബിഇരി, നേരത്തെ നമ്മള് പാത്രത്തിൽ നജസായാൽ നമ്മൾ പറഞ്ഞു, പാത്രത്തിൽ നിന്ന് നജസിന്റെ തടി നീക്കിയതിനു ശേഷം അതിൽ വെള്ളമൊഴിച്ച് എല്ലാ ഭാഗത്തും എത്തുന്ന നിലക്ക് അതുകൊണ്ട് ചുഴറ്റി ഒഴിച്ചാൽ മതി, എന്നാ ശുദ്ധിയാവും. ഇനി ഒരു കിണറ്റില് നജസായി, ഉദാഹരണം വെള്ളം വറ്റാനായി, വേനൽക്കാലാണ്, വെള്ളം കുറച്ചേ ഉള്ളൂ, അതിലൊരു പൂച്ച വീണ് ചത്തു, അതല്ലെങ്കിൽ ഒരു എലി വീണ് ചത്തു എന്ന് വെച്ചോളി. അങ്ങനെ ഞാൻ ശുദ്ധിയാക്കേണ്ടത് എന്ന് അതിനെ പറ്റിയാ പറയുന്നത്. ഇതാ തനജ്ജസ, നജസായാല് മാ ഉൽബീരി, കിണറ്റിലെ വെള്ളം, നേരെ വെള്ളമുള്ള കിണറ്റിൽ, കിണറ്റിന്ന് കോരിയതല്ല, കിണറ്റിലുള്ള വെള്ളം ഇങ്ങനെ എലിയോ പൂച്ചയോ പട്ടിയോ പോലത്തെ വല്ല ജീവികളും വീണ് ചത്തിട്ടോ മറ്റോ നജസായി. എങ്ങനത്തെ വെള്ളം? അൽ ഖലീലൂന, മാഇന് സിഫത്തായിട്ടാണ് ആലൂരെ. മാ ഉൽ ബിഇരി എന്ന് പറഞ്ഞ മുദാഫിലയാണെങ്കിലും മാഊനാണ് ഖലീൽ സിഫത്ത്. മനസ്സിലായില്ലേ? അപ്പൊ കുറഞ്ഞ വെള്ളം. അപ്പൊ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം, അങ്ങനെ വെള്ളം കിണറ്റിൽ നജസായി. ഇപ്പൊ 2 പ്രശ്നമായി. കിണറ്റിലുള്ള വെള്ളമാണ്, അതോടുകൂടി 2 കൊല്ലത്തൊട്ട് ഇല്ലാതാനും. എങ്ങനെ നജസായി? ബി മുലാഖാത്തി നജസിൻ, നജസ് ചേരൽ കൊണ്ട്. പകർച്ച ഒന്നോളന്നില്ലല്ലോ, 2 കൊല്ലത്ത് താഴെയാവുമ്പോ പകർച്ച ഒന്നോളന്നില്ല, അങ്ങനെ തന്നെ നജസാവും. ഇത് ലം യത്ഹുർ, ആ കിണറ്റിലെ വെള്ളം ശുദ്ധിയാവുകയില്ല, ബിൻ നസ്ഹി, കോരിയെടുക്കലുണ്ട്. ബക്കറ്റോ മറ്റോ ഉപയോഗിച്ച് കോരിക്കളഞ്ഞാൽ അത് ശുദ്ധിയാവില്ല. കാരണം എന്താ? ഈ കിണറ്റ് വെള്ളം 2 കൊല്ലത്തിൽ താഴെ ആയതുകൊണ്ട് ഈ വെള്ളത്തിൽ നജസ് വീണപ്പോൾ വെള്ളം നജസായി. അപ്പൊ ആ വെള്ളം നിൽക്കുന്ന കിണറും നജസായി. മനസ്സിലായില്ലേ? ഇനി നമ്മളെ വെള്ളം കോരി ഒഴിച്ചാൽ ഈ നജസായ വെള്ളം അവിടെ പോരുമെങ്കിലും ഈ കിണർ എന്തെന്നെയുള്ളത്? നജസായിട്ട് തന്നെയല്ലേ ഉള്ളത്. രണ്ടാമത് വെള്ളം ഉറവൊടിഞ്ഞ് വരുമ്പോ ഈ നജസിലേക്കായി വെള്ളം വരുന്നത്. 2 കൊല്ലത്താകത്തോളത്തോളം ഇത് പിന്നെ നജസല്ലേ. അപ്പൊ അത് കോരിക്കളഞ്ഞുകൊണ്ട് ശുദ്ധിയാക്കാൻ കഴിയില്ല. പിന്നെന്തു വേണം? അൽ യംബഗി, അത്യാവശ്യമാണ്, അല്ല യൻസഹ, ആ വെള്ളം കോരിക്കളയപ്പെടാതിരിക്കാണ് വേണ്ടത്. എന്തിന്? ലിയക്സുറൽ മാഉ, വെള്ളം അധികരിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെ? ബിനബൈൻ, ഉറവെടുത്തുകൊണ്ട്. കിണറ്റിന് ഇപ്പം വെള്ളം 2 കൊല്ലത്തുള്ളെങ്കിലും അങ്ങനെ വെച്ചാൽ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഉറവെടുത്ത് വന്ന് 2 കൊല്ലത്ത് തികയും. എന്നാൽ അത് തികയോട്ടെ, കോരാതെങ്ങനെ നിൽക്കുക? വെള്ളം ഇങ്ങനെ കയറി 2 കൊല്ലത്ത് തികഞ്ഞാൽ ശുദ്ധിയായല്ലോ. അല്ലെങ്കിൽ വേണ്ട, ഔസൊബിമാ ഇംഫീഹി, അല്ലെങ്കിൽ വേറെ വെള്ളം കൊണ്ടുവന്നിട്ട് അതിൽ ഒഴിച്ചു കൊടുത്തു, മതി. ഇതൊക്കെ ഇപ്പോ വേനൽ ചൂടായാൽ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. വെള്ളത്തിന് വളരെ പ്രയാസമുണ്ട്. അപ്പോ മോട്ടോർ വെച്ചൊക്കെ അടിച്ച് കളഞ്ഞെങ്ങനെയും മണ്ണ് കോരി എന്നാൽ അതൊന്നും വഴിയല്ല. ഒന്നിരിക്കൽ ഉറവ് കൊണ്ടിട്ട് 2 കൊല്ലത്ത് തികയ, ആദ്യം തന്നെ മുലാഖാത്തുള്ളൂ, പകർച്ചില്ല, അവിടെ പ്രശ്നം. അതല്ലെങ്കിൽ വേറെ കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് അതിലെ ഒഴിച്ച് ഉപ്പാകെ 2 കൊല്ലത്തെത്തി, എന്നാ ശുദ്ധിയായി. ഇതാണ് ഇപ്പൊ ഇതിന് പണി. അല്ലാതെ കോരി ഒഴിച്ചാൽ ശുദ്ധിയാവില്ല. അതിന്റെ കാരണം ഇപ്പൊ മനസ്സിലായല്ലോ. മുത്തനജിസായ വെള്ളം കോരിക്കളയുമ്പോൾ ഈ മുത്തനജിസായ വെള്ളം കൊണ്ട് നജസായ കിണർ വീണ്ടും നജസ് തന്നെയാണുള്ളത്. രണ്ടാമതിലേക്ക് ഉറവ് വരുന്ന വെള്ളം ഈ കിണറ്റിലെ നജസ് കൊണ്ടിട്ട് വെള്ളം നജസാവും. അപ്പൊ അത് ശുദ്ധിയാവൂല, അതാ പറഞ്ഞത്. ഇനി അങ്ങനെയല്ല. അവിൽ കസീറു,
ഇദാ തനജ്ജസ മാഉൽ ബീരി, നേരത്തെ പറഞ്ഞോർത്ത് വെള്ളം, കിണറ്റിലെ വെള്ളം നജസായി. ഏത് വെള്ളം? അൽ ഖലീലു, ഖലീലായ വെള്ളം നജസായി. ഔൽ കസീറു, കസീറായ വെള്ളം എന്ന് പറഞ്ഞാൽ 2 കൊല്ലത്തോ അതിൽ കൂടുതലോ ഒക്കെ ഉണ്ടെങ്കിലാണല്ലോ കസീർ അറിയാം. അങ്ങനത്തെ വെള്ളം നജസായാലോ? അത് പക്ഷെ എന്തുകൊണ്ട് നജസാവില്ല? മുലാഖാത്തുകൊണ്ട് നജസാവില്ലല്ലോ. ബിതഗയ്യുരിൻ ബിഹി, ഈ നജസ് കൊണ്ട് പകർച്ച വന്നതിനാൽ, നജസായിട്ട് വെള്ളം പകർച്ചയായി. ഉദാഹരണം, ഒരു പൂച്ച വീണ് ചത്ത് ചീഞ്ഞഴുകിയപ്പോൾ നാറാൻ തുടങ്ങി. അപ്പൊ വെള്ളത്തിന്റെ വാസന മാറി. അതല്ലെങ്കിൽ ഇതിനെ കയ്യോ കാലോ അറ്റ് ചോര വന്നു, ആ ചോര കൊണ്ട് കിണറ്റിലെ വെള്ളത്തിന് ചോരന്റെ നിറം വന്നു. ഇങ്ങനെ പകർച്ച വന്നാലേ 2 കൊല്ലത്തോ അധികരിച്ച വെള്ളം എന്ന് പറയുന്ന വെള്ളം നജസാവുള്ളല്ലോ. ആദ്യം പറഞ്ഞോട്ട് പകർച്ച വേണമെന്നില്ല, നജസായ നിരവധി കാണാൻ 2 കൊല്ലത്തിൽ താഴെയുള്ളതാ. ഇങ്ങനെ പകർച്ച കൊണ്ട് 2 കൊല്ലത്തോ അതിൽ അധികമോ ഉള്ള വെള്ളം, കിണറ്റിലെ വെള്ളം നജസായാൽ ലം യത്ഹുർ, ആ വെള്ളം തൊഹൂറാവു, ശുദ്ധിയാവുകയില്ല. ഇല്ല ബിസവാലിഹി, ആ പകർച്ച നീങ്ങിയാലല്ല, തഗയ്യുർ നീങ്ങണം, അപ്പോഴാ ശുദ്ധിയാകും. അത് എങ്ങനെ നീങ്ങിയാലും വേണ്ടിയില്ല. അതായത് പകർച്ച നീങ്ങി പറഞ്ഞാൽ കുറെ വെള്ളമാണ് കോരിക്കളഞ്ഞു, അപ്പോ ആ നിറം മാറ്റം പോയി. അതല്ലെങ്കിൽ കുറെ വെള്ളം കോരി ഒഴിവാക്കിയപ്പോ ആ വാസന മാറ്റം പോയി. ഇപ്പൊ വാസനയും നിറമൊന്നുമില്ല. ബാക്കിയുള്ള 2 കൊല്ലത്തോ അതിൽ കൂടുതലൊക്കെ ഇനി ഉണ്ടാണോ? എന്നാ പിന്നെ ശുദ്ധിയാവും. അപ്പൊ പകർച്ച നീങ്ങ. ഇനി അതൊന്നും വേണ്ട, 4 ദിവസം അങ്ങനെ അവിടെ വെച്ചു, കോരാതെ അവിടെ വെച്ചു, കുറെ വെള്ളമുണ്ട്, 4 ദിവസം അവിടെ വെച്ച് നോക്കുമ്പോ വാസന മാറ്റം പോയിണ്, ഇപ്പൊ വാസനയൊന്നുമില്ല, എന്നാ ശുദ്ധിയായി. അപ്പൊ ഒരു പക്ഷെ സ്വയം ആ പകർച്ച നീങ്ങുക, അതല്ലെങ്കിൽ വെള്ളം കോരി വെച്ചിട്ട് നീങ്ങുക, അതല്ലെങ്കിൽ രണ്ടാമത് വേറെ വെള്ളം പുതിയതായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നീങ്ങുക. എങ്ങനെയോ 2 കൊല്ലത്തിൽ കുറയാതിരിക്കുകയും പകർച്ച നീങ്ങുകയും ചെയ്താൽ വെള്ളം ശുദ്ധിയാവും. അപ്പൊ പകർച്ചയൊന്നുമില്ല, എന്നാ വെള്ളം ശുദ്ധിയായി. പക്ഷേ അതിന്റെ നജസയിലുണ്ടെങ്കിലോ ഇതാട്ടുക. അതാണ് ഫൈൻ ബഖിയത്ത് ഫീഹി, ആ കിണറ്റിൽ ബാക്കിയായാൽ നജാസത്തുൻ, അതിന് നജസ് ബാക്കിയായി. പകർച്ചയൊന്നുമില്ല, 2 കൊല്ലത്തിലധികം ഉണ്ടാണ്. ഏതുപോലെ ഉദാഹരണം, കശായരി ഫറത്തിൻ, എലിയുടെ രോമം പോലെ. എലിന്റെ രോമം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ, വലിയ കിണറുമായാലും അത് എത്ര തോനെന്ന് പറയില്ല. പട്ടി വീണു, അല്ലെങ്കിൽ പൂച്ച വീണു, അതല്ലെങ്കിൽ മുഴല് വീണ് ചത്തു, ഇതിനൊക്കെ ധാരാളം രോമങ്ങളുള്ളതാ. അതിങ്ങനെ എന്തായി കിണറ്റിലൊക്കെ പാറിപ്പറന്ന് നടക്കുന്നുണ്ട്. പകർച്ചപ്പോ പോയിട്ട് പകർച്ചൊന്നുമില്ല, പക്ഷേ ഈ രോമം പരക്കുണ്ട്. എന്നാലോ അതായത് പകർച്ചൊന്നുമില്ല, പക്ഷേ നജസ് ഉണ്ട് അതിൽ. ഈ രോമങ്ങളൊക്കെ നജസാണല്ലോ, ശവത്തിന്റെ രോമം നജസല്ലേ. എന്നാൽ ഫതുഹൂറുൻ, വെള്ളം തൊഹൂർ തന്നെ. കാരണം എന്താ, 2 കൊല്ലത്തിലധികം ഉണ്ട്, പകർച്ചില്ല. പകർച്ചയില്ലാതെ 2 കൊല്ലത്തിലധികം, 2 കൊല്ലത്തോ അതിൽ കൂടുതലുള്ള വെള്ളത്തിൽ നജസായി എന്നതുകൊണ്ട് വെള്ളം നജസാവില്ല. നമുക്ക് നോക്കിയാൽ കാണുന്ന നജസ് കണ്ടോട്ടെ. ഉദാഹരണം, ഒരു കിണറ്റിലേക്ക് ഒരു പശു കാഷ്ടിച്ചു, അതിന്റെ ചാണകം ഇങ്ങനെ കാണുന്നുണ്ട് അടിയിൽ. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ഒരു മൃഗം പോലത്തെ ഒരു മനുഷ്യൻ കാഷ്ടിച്ചു കൂട്ടിക്കോ, അതായത് കാണുന്നുണ്ട്, മലം ഇങ്ങനെ കാണാൻ നോക്കിയാൽ. പക്ഷെ വെള്ളം ഒരുപാടുണ്ട്, 2, 3, 4, 5 കൊല്ലത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. വെള്ളത്തിനാണെങ്കിൽ പകർച്ചയൊന്നും, വാസന മാറ്റോ രുചി മാറ്റോ നിറം മാറ്റോ ഒന്നും വന്നിട്ടില്ല, സാധനമായിട്ട് കാണാം. അതുകൊണ്ട് കുഴപ്പമില്ല, വെള്ളം തൊഹൂറാണ്, നജസയിലുണ്ട്. എന്നാൽ ഈ രോമം പോലത്തെ ആവുമ്പോ വേറെ പ്രശ്നമുണ്ട്, രോമതിൽ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കും. അങ്ങനെ വന്നാൽ വെള്ളം തൊഹൂറാണെങ്കിലും ആ വെള്ളം കോരിയെടുത്ത് ഉപയോഗിക്കാൻ അസാധ്യമാണ്. അങ്ങനെ പ്രത്യേകം വെച്ചോളണം ആരൂരെ. വെള്ളം ഉപയോഗിക്കാൻ അസാധ്യമാണെന്നല്ല, വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന മാർഗങ്ങളൊക്കെ ഉണ്ട്. ഉദാഹരണം പറഞ്ഞാല്, ഈ കിണറ്റിക്ക് ഇതിന്റെ രോമമൊക്കെ ഉണ്ട്, പക്ഷെ ഒരു 5 കൊല്ലത്തുണ്ട് കുട്ടിക്കോളിങ്ങള്. അങ്ങനത്തെ വെള്ളത്തിക്ക് ഒരാൾ എന്താക്കി, ജനാബത്ത് കുളിയാൻ കുളിക്കുന്നു എന്ന നെയ്യത്തോടു കൂടി, അല്ലെങ്കിൽ ചെറിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്ന നെയ്യത്തോടു കൂടി ആ കിണറ്റിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ഒറ്റ മുങ്ങലാണ് മുങ്ങി. എന്നാ അയാളുടെ ജനാബത്ത് ഉയരും, ചെറിയ ശുദ്ധി ഉയരും, നെൽസയിലുണ്ടാകണം. കാരണം ആ വെള്ളം തൊഹൂറാണ്.
അപ്പൊ ഉപയോഗിക്കൽ മുത്തായതറല്ല അലലിത്തരാക്ക്. പിന്നെ മുത്തായതറാണെന്ന് അത് എങ്ങനെ കോരിയെടുത്ത് ഉപയോഗിക്കൽ മുത്തായതറാണ്, സാധിക്കുന്നില്ല. എന്തുകൊണ്ട് കോരിയെടുത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നറിയാൻ കാരണം ലാ യഖ്ലൂ മിൻഹു, ഈ പറഞ്ഞ ഷഅറ് ഈ രോമത്തിൽ നിന്നിട്ട് ഒഴിവാകുന്നില്ല ദൽവുൻ, ഒറ്റ ബക്കറ്റ് ഒഴിഞ്ഞിട്ടില്ല. എങ്ങനെ കോരിയാലും അതിൽ വെള്ളം ഒത്തിരി 1-2 രോമം ഉണ്ടാവും. അപ്പൊ ഒരു ബക്കറ്റിൽ 2 കൊല്ലത്ത് വെള്ളം ഉണ്ടാവില്ലല്ലോ, കുറഞ്ഞ വെള്ളല്ലേ. അപ്പൊ അതിൽ ഒറ്റ രോമം ഉണ്ടായാലും ആ വെള്ളം മുത്തനജിസാവുമല്ലോ. അപ്പൊ കിണറ്റിൽ നിൽക്കുമ്പോൾ തൊഹൂറ്, ബക്കറ്റിലേക്ക് കയറി പോകുമ്പോൾ രോമം ഉണ്ടാവുമ്പം അത് മുത്തനജിസാവും. അപ്പൊ കോരി എടുക്കാൻ കഴിയില്ല ആ വെള്ളം എന്നർത്ഥം. അപ്പൊ പിന്നെ ഇനി എന്താ കാട്ടുക? ഫല്യൻസഹി കുല്ലുഹു, ആ വെള്ളം മുഴുവനും കോരിക്കളഞ്ഞുകൊള്ളണം. സാധിക്കുമെങ്കിൽ കോരിക്കളഞ്ഞുള്ള സാധിക്കെങ്കിൽ എന്ന് പറയാൻ കാരണം ചില വെള്ളമൊന്നും കോരിയാ തീരൂല, അതിന് മാത്രം ഉണ്ടാവും നല്ല ഇതുള്ള എനിക്ക്. ഇനി വേണ്ട ഫൈന ഉത്തറഫ, ഇതിന്ന് ഒരാൾ വെള്ളം കോരിയെടുത്തു. കബല നസ്ഹി, ബക്കറ്റ് കൊണ്ട് മുക്കിക്കളഞ്ഞ് കോരിക്കളയുന്നതിന് മുമ്പ് കൈ കൊണ്ട് കോരിയെടുത്തു. വലം യതഅഖൻ ഫീമ ഉത്തറഫു, ഇവൻ കോരിയെടുത്ത ആ വെള്ളത്തിൽ ഉറപ്പില്ല, ഷാറൻ മുടി ഉണ്ട് എന്ന് ഉറപ്പില്ല എങ്കിൽ യദുറൗഡ് കുഴപ്പമില്ല, ഉപയോഗിക്കും ചെയ്യാം. ഉറപ്പില്ല ഞാൻ മതിയിൽ വഇൻ വന്നഹു, രോമം ഉണ്ടാവുമെന്ന് വന്നുണ്ടെങ്കിൽ പോലും ഉറപ്പില്ലാത്തോടത്തോളം ആ വെള്ളം ഉപയോഗിക്കാം. കാരണം എന്താ, വെള്ളം തൊഹൂറാണെന്നുള്ള ഉറപ്പാണ്. നജസ് മൊത്തത്തിലുണ്ടെങ്കിലും ഈ കോരയിലുണ്ട് എന്നുള്ള ഉറപ്പില്ല. അപ്പൊ തൊഹൂറാണെന്നുള്ള ഉറപ്പിനെ നജസാണോ എന്ന വന്നു കൊണ്ടിട്ട് യഖീനെ ഉയർത്തപ്പെടുകയില്ല. അപ്പം വെള്ളം ഉപയോഗിക്കാം. കാരണം എന്താ, ഇവിടെ ഉസൂലിന്റെ ഒരു നിയമമുണ്ട്. ഒരു വിഷയത്തിന് വാഹിറും അസുലും തമ്മിൽ വ്യത്യാസപ്പെട്ടാൽ അസിലിനെ മുന്തിക്കണം എന്ന്. അമലൻ ഇവിടെ പ്രവർത്തിക്കുന്നതായിട്ട് ബി തഖ്ദീമിൽ അസുലി, അസിലിനെ മുന്തിച്ചുകൊണ്ട് ലാഹിരി, ലാഹിറിനേക്കാൾ എന്ന് പറഞ്ഞാൽ വെള്ളം ത്വാഹിറാണെന്നുള്ളത് അസുലാണ്, തൊഹൂറായ വെള്ളമാണ്. അതേ സമയത്ത് ഇതിൽ രോമം ഉണ്ടോ ഇല്ലേ എന്നത് വാഹിറനുസരിച്ച് കിണറ്റിൽ നജസ് രോമം ഉണ്ടല്ലോ. അപ്പൊ ഈ കോരിയിൽ വെള്ളം നജസ് ഉണ്ടാവാം എന്നത് വാഹിറാണെന്ന് അറിയാൻ കാരണം വാലിബാണ്, അധിക എണ്ണത്തിലുണ്ട്. അപ്പം വാഹിർ വെള്ളം നോക്കുമ്പോൾ ഉണ്ടാവാം എന്നതാണ്. അപ്പൊ ഈ ഉണ്ടാവാം എന്ന വാഹിറാവുന്ന വന്നിനെക്കാളും അസ്ലാവുന്ന യഖീൻ, തൊഹൂറാണ് എന്ന യഖീനാണ് ഇവിടെ അമൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഉണ്ടെന്ന് രോമം ഉണ്ടെന്ന് ഉറപ്പില്ലാത്തടത്തോളം ഉപയോഗിക്കാം. അതിന്റെ ഇടക്ക് നാടൻ മസാല പണ്ട് നമ്മൾ പറഞ്ഞത് അത് ഇമാമിയങ്ങൾ അല്ല, പണ്ടത്തെ നമ്മളെ ഉസ്താദന്മാര് പറഞ്ഞൊരു ബള. ഇങ്ങനെ ഒരു നായ ചാടി കിണറ്റില് അല്ലെങ്കിൽ പൂച്ച ചാടി ചത്തു, സ്വാഭാവികമായിട്ടും ഈ നായന്റെ അല്ലെങ്കിൽ പൂച്ചന്റെ ഒക്കെ രോമം ധാരാളമായിട്ട് കിണറ്റിലുണ്ടാവും. വെള്ളമാണെങ്കിൽ ഇഷ്ടം പോലെ ധാരാളം ഉണ്ട് താനും. ഇതൊന്നിച്ച് കോരിക്കളയാന്ന് പറഞ്ഞാൽ സാധ്യമല്ല. എന്നാ പിന്നെ അതിനുള്ള വഴി എന്താണെന്ന് വെച്ചാല് ഉമിട. പണ്ട് പറഞ്ഞ അനുരാജിക്ക് ഓർമ്മയുണ്ട്, പണ്ട് നമ്മൾ ഇവിടെ ഒന്ന് ഇസ്കാലി വെച്ചൊരു മറുപടി പറഞ്ഞു. ഉമിട, ഈ ഉമിക്ക് ഈ രോമം പോലെ തന്നെ സാധാരണഗതിയിൽ വെള്ളത്തിന്റെ അടി പോലെ മുകളിൽ ഇങ്ങനെ പറന്ന് കിടക്കും. രോമം അങ്ങനെ തന്നെ ഉണ്ടാകുക. അപ്പൊ ഈ ഉമിയുടെ മേലിൽ ഈ രോമം പറ്റിപ്പിടിക്കും. എന്നിട്ട് ഈ ബക്കറ്റ് കൊണ്ട് ഈ മുകളിലുള്ള ഉമി കഴിയുന്നത് വരെ കോരി ഒഴിച്ചാൽ സാധാരണഗതിയിൽ പിന്നീട് രോമം അതിൽ ബാക്കി ഉണ്ടാവൂല. അതൊരു ഹിക്മത്താണ്, അല്ലാതെ ഒരു ഹുക്കുമല്ല. ഇങ്ങനെ ചെയ്യണം എന്നത് ഇസ്ലാമിന്റെ ഒരു വിധിയല്ല, മറിച്ച് ഉപയോഗിക്കാൻ പ്രയാസമാകുമാർ നിറയെ മുടി കൊണ്ട് നജസായ വെള്ളം, കിണറ് വെള്ളം ശുദ്ധിയാക്കാനുള്ള ഹിക്മത്തുകളിൽപ്പെട്ട ഒരു യുക്തിയാണ് ഈ പറഞ്ഞ ഇത്. അപ്പൊ ഹുക്കുമും ഹിക്മത്തും രണ്ടും കൂട്ടിക്കലരാതെ ശ്രോതാക്കൾ ശ്രദ്ധിക്കണം എന്ന്. അതൊരു ഹിക്മത്താ. അങ്ങനെ ചെയ്താൽ എളുപ്പത്തിൽ എന്താവും, ഈ സംശയം ദൂരീകരിച്ച് വെള്ളം ശുദ്ധിയാണ് എന്ന് വിധിക്കാൻ കഴിയും എന്ന്. ഇനി വേറെ, ഇനി വലായത്തുഹുറു മുത്തനജ്ജിസുൻ ബിനഹ്വി കൽബിൻ, നായ പന്നി പോലെയുള്ള മുഹല്ലമായ നജസ്സുകൊണ്ട് മുത്തനജ്ജിസായ വസ്തു ശുദ്ധിയാവൂല. എങ്ങനെയല്ലാതെ ഇല്ലാ ബിസബി ഗുസ്ലാത്തിൻ, 7 കഴുകൽ കൊണ്ടല്ലാതെ ശുദ്ധിയാവില്ല. നായ, പന്നി, അവയുടെ സങ്കര ഇനം എന്നിവയാണ്
ഈ നഹ്വ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മുഹല്ലലായ നജസ്. മുഹല്ലലായ നജസാവുന്ന നായപന്നി പോലെയുള്ളത് കൊണ്ട് മുത്തനജിസായ വസ്തു ശുദ്ധിയാവണമെങ്കിൽ 7 വട്ടം കഴുകണം എന്ന് പറഞ്ഞാൽ എങ്ങനെ 7 വട്ടം കഴുകണമെന്ന്? ബാദസവാലിൽ ഐനി, നജസിന്റെ തടി ഉണ്ടെങ്കിൽ ആ തടി നീങ്ങിയതിന് ശേഷം 7 വട്ടം. വലൂബി മറാത്തിൻ, ഈ നജസിന്റെ തടി നീങ്ങിയത് കുറേ വട്ടം കഴുകിയിട്ട. ഉദാഹരണം, ഒരാളുടെ വസ്ത്രത്തില് നായയുടെ രക്തമായി അല്ലെങ്കിൽ നായയുടെ കാഷ്ടമായി എന്ന് വെച്ചോളി. ഈ കാഷ്ടം അല്ലെങ്കിൽ ഈ രക്തം അല്ലെങ്കിൽ അതിന്റെ മനീയ്, അള്ളാന്റെ ഭൂമിയിൽ മനീയ് നജസായത് നായം പന്നി തന്നെ ഉള്ളൂ, വസ്ത്രത്തിലോ മറ്റോ ആയി. എന്നാൽ ഈ മലത്തിന്റെ വാസന പോകണമെങ്കിൽ, അതല്ലെങ്കിൽ ഈ രക്തത്തിന്റെ നിറം പോകണമെങ്കിൽ സോപ്പോ ക്ലോറോക്സോ ഒക്കെ ഉപയോഗിച്ച് 3 or 4 വട്ടം കഴുകണം. അങ്ങനെ ഒരാള് 4 വട്ടം വെള്ളം സോപ്പും ഒക്കെ കൂട്ടി ഒരച്ച് കഴുകിയപ്പോഴാണ് ഈ ചോര പോയത്, അതല്ലെങ്കിൽ ഈ മലത്തിന്റെ വാസന പോയത്. 40 ഒന്നായി കൂട്ടും, ഇനി ബാക്കി 6 വേണം. അതിപ്പോ പറഞ്ഞ കിട്ടില്ല, ഇനി പറയുന്ന കിട്ടത്. അതായത് ഫമുസീലുഹ, ഈ നജസിന്റെ തടിയെ നീക്കുന്ന പ്രാവശ്യം മറത്തുൻ വാഹിദ, 1 വട്ടായിട്ട് കൂട്ടും. ആദ്യം പറഞ്ഞ് ഈ തടി നീങ്ങിയതിന് ശേഷം 7 വട്ടം വേണമെന്ന, അങ്ങനെയല്ല. എന്നിട്ട് അത് വിശദീകരിച്ച ഈ ശേഷം എന്ന് പറഞ്ഞാൽ അത് ഒന്നായി കൂട്ടിയിട്ട് ബാക്കി 6 കൂടി വേണം, അങ്ങനെ 7 വേണം എന്ന്. ഇബാറത്തിൽ കുറച്ചൊരു ഖഫ ഉണ്ട്. അതാണ്. അങ്ങനെ നജസിന്റെ തടി നീങ്ങാൻ വേണ്ടിയിട്ട് എത്ര വട്ടം കഴുകിയാലും അത് ഒന്നായി കൂട്ടി പിന്നീട് 6 പ്രാവശ്യവും കൂടി കഴുകി 7 ആക്കിയെങ്കിലേ ശുദ്ധിയാവുള്ളൂ എന്നപ്പ പറഞ്ഞത്. ഈ 7 വട്ടത്തിൽ തന്നെ ഇഹ്ദാഹുന്ന, ഈ 7 മറത്തിൽ നിന്നിട്ടുള്ള 1 വട്ടം ബി തുറാബിൻ, മണ്ണോട് കൂടിയായിരിക്കണം. ബാവിന് അതിന്റെ അർത്ഥം വെച്ചിട്ട് എങ്ങനത്തെ ബി തുറാബി തയമ്മുമിൻ, തയമ്മത്തിന് പറ്റുന്ന മണ്ണ് എന്ന് പറഞ്ഞാൽ നജസില്ലാത്ത തൊഹൂറായ മണ്ണുകൊണ്ട് ആയിരിക്കണം. അതിന്റെ മണ്ണ് ഇങ്ങനെ വരച്ചാ പോരാ, മംസൂജിബിൽമായി, വെള്ളത്തോട് കലർത്തപ്പെട്ടതായ. അപ്പൊ വെള്ളത്തിൽ കലക്കിയ മണ്ണുകൊണ്ട് ഇങ്ങനെ കലക്കം വെള്ളം ഉണ്ടായാൽ മതി. നമ്മളെ നാട്ടിലൊക്കെ ഇല്ലേ ചെമ്മണ്ണുള്ള ഭൂമി കൂടെ മഴ ചെയ്താല് ആ മഴവെള്ളം തന്നെ ഉണ്ടായാൽ മതി കലക്ക് ഈ പറഞ്ഞതിന്. കാരണം മണ്ണ് കലർന്നു. ഇനി അതല്ല കുളത്തുനിന്നാണെങ്കിൽ കുളത്തിൽ കാലുകൊണ്ടൊന്ന് ചവിട്ടിയിട്ടൊന്നും ഇളക്കി, അപ്പൊ വെള്ളത്തിന് മണ്ണിന് കലക്കം നിറം വന്നാൽ മതി. അല്ലാതെ ഇനിയിപ്പോ അതിന് കിണറ്റിന്റെ അടിയിൽ ഇറങ്ങി കുറച്ച് മണ്ണെടുത്ത് കൊണ്ടുവന്ന് അത് ഉണക്കി പൊടിച്ച് സൂക്ഷിച്ചു വെച്ച് എന്നിട്ട് പിന്നെ അതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് ഒരു കപ്പ് വെള്ളത്തിൽ ഇട്ട് കലക്കുക, അങ്ങനെയൊന്നും വേണ്ട. വെള്ളത്തിൽ മണ്ണ് കലങ്ങിയാൽ മതി. അതിപ്പം കുളത്തിലൊക്കെ ആണെങ്കിൽ കാലും ഒന്നൊന്ന് ചവിട്ടി ഇളക്കിയാൽ വെള്ളം കലങ്ങും, മണ്ണിന്റെ നിറം വരും, അത് മതി. ഇനി അതല്ലെങ്കിൽ മഴക്കാലത്ത് വെള്ളം ഇങ്ങനെ ഒലിച്ചു വരികയാണ്, ഒലിച്ചു വരുമ്പം മണ്ണ് കലങ്ങിയ വെള്ളമാണ്, അത് മതി. അപ്പൊ മണ്ണ് സ്വന്തമായാൻ പറ്റൂല, മണ്ണിനെ വെള്ളത്തിൽ കലക്കിയിട്ട് മണ്ണ് കലർന്ന വെള്ളം 1 വട്ടം, നജസ് പോക്കാനുള്ളത് 1 വട്ടം, ഇങ്ങനെയാണ്. അതായത് എങ്ങനെയെന്ന് വെച്ചാൽ വെള്ളത്തെ കലക്കൽ കൊണ്ടിട്ട് എങ്ങനെ കലക്കാത്ത അസറുഹു, ഈ മണ്ണിന്റെ അടയാളം വെളിവാവുന്നത് വരെ ഫീയ, വെള്ളത്തില്. അപ്പൊ വെള്ളത്തില് മണ്ണിന്റെ അടയാളം വെളിവാവുന്ന നിലക്ക് മണ്ണ് കലക്കിയിട്ട് ആ കലക്കം വെള്ളം കൊണ്ട് വേണം 1 പ്രാവശ്യം കഴുകാൻ. എന്നിട്ട് യസ്റുബി വാസിതത്തിഹി, യസ്റു പറഞ്ഞ ഈ മണ്ണ് ചേരുമ്പി വാസിതത്തിഹി, ഈ വെള്ളത്തിന്റെ മാധ്യമത്തോട് കൂടി രാജമയജായിൽ മഹല്ലിൻ മുത്തനജസി, നജസായ മുഴുവൻ സ്ഥലത്തേക്കും. എന്നാൽ മണ്ണ് ഒറ്റക്ക് പോവില്ല, വെള്ളത്തിൽ കലക്കുക. അപ്പം വെള്ളം വാസിത്തയായിട്ട് മണ്ണ് എല്ലാ സ്ഥലത്തും എത്തിക്കോളും. അങ്ങനെ 7 വട്ടം കഴുകണം. അപ്പൊ 7 എന്ന് പറഞ്ഞാൽ ചിലപ്പോ 10 വട്ടം 11 വട്ടം ഒക്കെ വേണ്ടി വരും. കാരണം എന്താ, നജസ് നീങ്ങാൻ വേണ്ടിയിട്ട്, തടിയുള്ളതാണെങ്കിൽ നജസ് നീങ്ങാൻ വേണ്ടിയിട്ട് കഴുകിയതൊക്കെ പാടെ 1 വട്ടം, പിന്നെ ബാക്കി 6 വട്ടം കഴുകണം. ഈ പറഞ്ഞ 7ൽ ഏതെങ്കിലും 1 പ്രാവശ്യം മണ്ണ് കലങ്ങിയതായിരിക്കണം. ഏതായാലും മതി. പിന്നെ ആദ്യത്തേതായാൽ നന്ന്, അഫ്വൽ അതാണ്. ഇനി അവസാനത്തേതായാലും കുഴപ്പമൊന്നുമില്ല, ഏതെങ്കിലും 1 വേണമെന്നുള്ളൂ. ആ 3 റിവായത്തുണ്ട്. ഊലാഹുന്ന ബിത്തുറാബ് എന്നൊരു ഹദീസ് ഉണ്ട്, ഉഖ്റാഹുന്ന ബിത്തുറാബ് എന്നുണ്ട് ഒരു ഹദീസ്. അപ്പോ ഏതെങ്കിലും 1 ആയാൽ മതി. ആദ്യത്തേലായാൽ നന്ന്, അവസാനിക്കുന്നതിന്റെ ഇടയ്ക്ക് എപ്പോഴായാലും മതി. ഇനി 6 വട്ടം കഴുകിയതിനു ശേഷം ലാസ്റ്റ് മതിയാക്കുമ്പോൾ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകിയാൽ എന്നാലും മതി.
മണ്ണ് കലങ്ങിയ വെള്ളം ഒന്നും ഉപയോഗിക്കണം എന്ന് ഷർത്ത്. ഇങ്ങനെ 7 പ്രാവശ്യം കഴുകണം എന്ന് പറഞ്ഞപ്പോ ഇനി കുളത്തുനിന്ന് കഴുകുകയാണ്, അതുപോലത്തെ സ്ഥലത്തുനിന്ന് കഴുകുകയാണെങ്കിൽ എന്താ വേണ്ടത്? 7 വട്ടം എന്തെങ്കിലും ഇങ്ങനെ കോരി ഒഴിക്കണോ? അത് വേണമെന്നില്ല. എക്ഫി ഈ നായ പോലത്തെ മോലസ് കൊണ്ട് ശുദ്ധിയായ വസ്തു ശുദ്ധീകരിക്കുന്നതിൽ മതിയാകും. എവിടുന്ന് ശുദ്ധിയാക്കുമ്പോ ഫിറാക്കിതി കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കുളം കിണർ പോലെയുള്ള കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നിന്ന് ശുദ്ധിയാക്കുകയാണെങ്കിൽ മതിയാവും. എന്ത് തഹരീഖുഹു ഈ മുത്തനജിസായ വസ്തുവിനെ അനക്കിയാ മതി. സബാൻ 7 വട്ടോന്ന് പണ്ട് ഉദു എടുക്കുന്നവർക്കൊക്കെ പറഞ്ഞില്ലേ, നമ്മള് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് എന്താക്കിയാൽ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കിയാൽ 3 വട്ടമാവും എന്നതുപോലെ 7 വട്ടമാവാൻ അനക്കിയാൽ മതിയാകും കെട്ടി നിൽക്കുന്ന വെള്ളത്തില്. എന്നാൽ അനക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോ 2 ആവുമോ? അതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി വന്നാൽ 1 ആവുള്ളൂ. ഖാല ശൈഖുന ഇബ്നു ഹജർ അൽ-ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാണ്, യദ്ഹറു ഇവിടെ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്, അന്ന ദഹാബ മറത്തുൻ അങ്ങോട്ട് പോകുന്ന 1 വട്ടായിട്ട് കൂട്ടും, വൽ ഔദ ഉഖ്റ ഇങ്ങോട്ട് വരുന്നത് മറ്റൊരു വട്ടായിട്ടും കൂട്ടും. അപ്പൊ സയ്യോലെ സയ്യ് സഫേന്ന് മറുവയ്ക്ക് പോകുന്ന 1ഉം മറുവേന്ന് സഫേക്ക് വരുന്നത് 2ആയിട്ട് കൂട്ടുമല്ലോ എന്നതുപോലെ വെള്ളത്തിൽ മുക്കിയ സാധനം അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുവന്ന മുക്കിയ 1, അങ്ങോട്ട് കൊണ്ടുപോയത് 2, ഇങ്ങോട്ട് കൊണ്ടുവന്ന 3 ആൾ ഈ കൂട്ടിയാൽ മതി. തന്നെ സഫാർവന്റെ ഇടയിൽ പോണ ഒന്നായിട്ട് ചുറ്റോട് ചുറ്റു പോകണ്ടല്ലോ എന്നതുപോലെ മതി എന്നതാണ് വാഹിർ. അപ്പൊ ഇത് മുക്കിയത് 1, അങ്ങോട്ട് കൊണ്ടുപോയത് 1, 2, ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നത് 3, പിന്നെ അങ്ങോട്ട് പോരുമ്പോ 4, ഇങ്ങനെ വരും. അങ്ങനെ 7 വട്ടാക്കിയാൽ മതി കെട്ടി നിൽക്കുന്ന വെള്ളത്തിലാണെങ്കിൽ. എന്നാൽ ഒഫിൽ ജാരി ഒലിക്കുന്ന വെള്ളത്തിലാണെങ്കിലോ തോട്ടിലോ പുഴയിലോ ഒക്കെയാണ്, ഒലിച്ചു പോണ വെള്ളമാണ്, അതിൽ 7 വട്ടാണെങ്കിൽ മതിയാകും. മുറൂറു സബഇ ജറയാത്തിൻ 7 ഒഴുക്ക് അതിലൂടെ ഇങ്ങനെ കടന്നു പോയാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കല്പിച്ചാൽ വെള്ളത്തിന്റെ സ്പീഡിനനുസരിച്ച് നമ്മൾ സങ്കല്പിച്ചാൽ ഈ നജസായ സ്ഥലം സ്പർശിച്ചുകൊണ്ട് 7 പോയിന്റ് വെള്ളം കിടക്കുന്ന സമയം വെള്ളത്തിൽ ഇങ്ങനെ താഴ്ത്തി പിടിച്ചു കൊടുത്താൽ തന്നെ മതി. എന്നാൽ തന്നെയും 7 വട്ടാവും. അപ്പൊ ഈ 7 എന്ന് പറയുന്നത് എവിടെയാണെങ്കിലും ഒരു ബക്കറ്റ് എടുത്ത് അത് 7 വട്ടം കോരി ഒഴിക്കണമെന്നോ അതല്ലെങ്കിൽ ഇതൊന്ന് നജസിൽ വെള്ളത്തിൽ മുക്കിയെടുത്ത് പൊന്തിച്ചു രണ്ടാമത് ഇനി മുക്കി അങ്ങനെ വേണമെന്നില്ലാന്ന് അതപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. എന്നാ പിന്നെ ഒരു ഇഷ്കാലതല്ല, നജസായ ഭൂമിയിലാണ്, എവിടെയല്ല ടേൽസ് മരോ അതുപോലെ ഗ്രാനൈറ്റ് മരോ ഒന്നുമല്ല, മണ്ണുള്ള ഭൂമിയിലാണ്. വലാ തത്രീബ മണ്ണ് കലക്കേണ്ടതില്ല, മണ്ണ് പുരട്ടേണ്ടതില്ല. ഫി അർളിൻ തുറാബിയത്തിൻ മണ്ണുള്ള ഭൂമിയിൽ. കണ്ടോ, ഭൂമി എന്ന് പറഞ്ഞാൽ പോരാ, മണ്ണുള്ള ഭൂമിയിൽ. ഉദാഹരണം, മുറ്റത്ത് നായ കാഷ്ടിച്ചു കൊണ്ടിക്കോളി, ഇന്റർലോക്ക് ചെയ്യാത്ത മുറ്റാണ് ഇപ്പത്തെ മുറ്റമൊക്കെ ഇന്റർലോക്ക് ചെയ്തിട്ട് അവിടെ ഒന്നും മണ്ണില്ല, തുറാബിയായത് പോയിന്, മനസ്സിലായില്ലേ? അങ്ങനെ ഇന്റർലോക്ക് ചെയ്യാത്ത മണ്ണുള്ള ഒരു മുറ്റത്ത്, അതല്ലെങ്കിൽ വീടിന്റെ പണി കഴിഞ്ഞിട്ടേ ഉള്ളൂ, എന്താക്കിയിട്ടില്ല, അതിന്റെ നിലം പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, നിലം ഇപ്പൊ മണ്ണന്നെ, അവിടെയാണ് ഒരു നായ കാഷ്ടിച്ച് മൂത്രിച്ച് പോലെയുള്ള നജസായത്. എന്നാ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇനിയിപ്പോ പുറത്തുനിന്ന് കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് കാണ്ട് അത് വെള്ളത്തിൽ കലക്കിയിട്ട് അവിടെ പാരണോ? അത് വേണ്ട. അവിടെ വെള്ളം ഒഴിച്ചാൽ കാരണം ഭൂമി തന്നെ മണ്ണല്ലേ, മണ്ണുള്ള ഭൂമിയല്ലേ, അതിക്ക് വെള്ളം കൂടിയാൽ തന്നെ മതിയാലോ, അത് മതി. ഓക്കെ, ഇനി വേറൊരു ഹിക്മത്തിന്റെ മസാലയാണ് ആലുരാജയെ പറയുന്നത്. ഫറവൻ ലോ മസ്സ ഒരു ചങ്ങാതി തൊട്ടാൽ, ആരെ തൊട്ടു? കൽബൻ ഒരു നായയെ തൊട്ടു. എവിടെ തൊട്ടെന്നറിയാ? ദാഹിരമായിൻ വെള്ളത്തിനടിന്ന് എന്ന് പറഞ്ഞാല് ഒരു തൂടക്കരെ കിടക്കുക, നായ ഉണ്ട്, നായ നീന്തി കിടക്കുക. അപ്പൊ ഈ കാക്കയും എന്താക്കുകയാണ്, നീന്തി കിടക്കുക. അങ്ങനെ നീന്തി രണ്ടാളും ഇങ്ങനെ നിന്റെ ഇടയില് ഇയാളെ കൈ നായന്റെ ശരീരത്തിൽ മുട്ടിപ്പോയി വെള്ളത്തിനടിന്ന്. കസീർ എന്ന് പറയാൻ കാരണം 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളമാണെങ്കിൽ നായക്ക് ചാടുന്നതോടുകൂടി തന്നെ വെള്ളം നജസായില്ലേ. ഇതല്ലേ, വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്, തോനെ വെള്ളമുള്ള കിണറ്റില് നായ ആടി,
ആ നായനെ പിടിക്കാൻ ഇറങ്ങിയോടത്തുനിന്ന് വെള്ളത്തിനടിയിൽ നിന്ന് നായന്റെ ശരീരം ഇയാളുടെ കയ്യിലോ മറ്റോ മുട്ടി. എന്നാൽ ആ മസ്, ആ തൊടൽ ലം തുനജ്ജിസിയദഹു, അവന്റെ കയ്യിനെ നജസാക്കുകയില്ലാന്ന്. പടച്ചോനെ റബ്ബേ, എന്താ പോയി കഥ. പക്ഷേ അവിടെ ഒരു കൈത് കൂട്ടിക്കൊടുക്കണം എന്നാ. ആരൂര് അവിടെ ഒരു കൈത് കൂട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രത്യേകമായ ഒരു ഉപാധി വേണം. എങ്ങനെ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് നായനെ തൊട്ടാലും തൊട്ട ആളുടെ ശരീരം നജസാവൂലെന്നല്ല പറഞ്ഞത്, മറിച്ച് ഇൻ ഉദ്ദൽ മാഉ ഫാസിലൻ എന്ന് കൊടുക്കണം. ഇൻ ഉദ്ദൽ മാഉ ഫാസിലൻ, വെള്ളം തടസ്സമായി പരിഗണിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ഉലമാന്റെ ഇടയിൽ രണ്ട് കൗലുണ്ട്. വെള്ളത്തെ തടസ്സമായി പരിഗണിക്കില്ല എന്നൊരു കൗലുണ്ട്, അല്ല വെള്ളത്തെ മാനിയായി തടസ്സമായി പരിഗണിക്കാം എന്നൊരു കൗലുണ്ട്. തടസ്സമായി പരിഗണിക്കാം എന്ന കൗലനുസരിച്ച് നായയുടെ ശരീരത്തിൽ കൈമുട്ടിയിട്ടുണ്ടെങ്കിലും ഇടക്ക് വെള്ളമുണ്ടാവാം. ഈ വെള്ളം ഇടക്കുള്ള ഫാസിലായി പരിഗണിച്ചിട്ട് ഹഖീഖിയായ സ്പർശനം നടന്നിട്ടില്ല, അതുകൊണ്ട് എന്താവൂല, നജസാവൂല. ആ സമയത്ത് നായനെ കാലിങ്ങട്ട് പുടിച്ചപ്പോ എന്തായി, വെള്ളം അതിന്റെ ഇടയിൽ നിന്ന് പോയിട്ട് ഇവന്റെ കയ്യും നായന്റെ കാലും കൂടി സ്പർശിച്ചു. യഖീനൻ സ്പർശിച്ചാലോ നജസാവും ചെയ്യും. അപ്പൊ അവിടെ എന്താ, ഈ ഫാസിലായ വെള്ളം ഇടയ്ക്കില്ല കേട്ടോ. ആ കൈതോടുകൂടി അല്ല ഞാൻ അവിടെ ഇഷ്കാല് തീരുവോ? നായനെ എവിടുന്ന് തൊട്ടാലും നജസാവും, പ്രത്യേകിച്ച് നനവോടുകൂടി തൊട്ടാൽ നജസാവും. ഇപ്പൊ വെള്ളത്തിലാണ് 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം ആണെങ്കിൽ നജസാവും, പറയേണ്ട ആവശ്യമില്ല. 2 കൊല്ലത്തിൽ കൂടുതലുള്ള വെള്ളത്തിലാണെങ്കിലും നായ നജസന്നല്ലേ. വെള്ളത്തിന്റെ അടിയിൽ നിന്ന് തൊട്ടു എന്നുള്ളത് കൊണ്ടിട്ട് എങ്ങനെ മുത്തനജസാകാതിരിക്കണെന്ന് പറഞ്ഞത്, വെള്ളം ഇടക്കുള്ള ഫാസിലായിട്ട് കണക്കാക്കുകയും ഇടക്ക് വെള്ളം ഉണ്ടാവാൻ പറ്റുന്ന നിലക്ക് സ്പർശിക്കുക മാത്രം ചെയ്യുകയും ചെയ്താൽ ഇടക്ക് ഇവന്റെ കയ്യിന്റെയും നായയുടെ ശരീരത്തിന്റെയും ഇടയിൽ വെള്ളം തടസ്സമുണ്ട് എന്നതുകൊണ്ടാണ് നജസാവില്ല എന്ന് പറഞ്ഞത്. ഇനി ആ വെള്ളം ഇല്ലാത്ത നിലക്ക് കാലോ കയ്യോ ശരീരത്തിൽ അല്ലെങ്കിൽ നായയുടെ ശരീരത്തിന്റെ ഭാഗം മുറുക്കി പിടിച്ചാലോ ഇടക്ക് വെള്ളം ഇല്ലാതായി ഇപ്പൊ ഇതിന്റെ തടിയും ഇവന്റെ കയ്യും നേരിട്ടായി, അപ്പൊ നജസാവും ചെയ്യും. അതേ സമയത്ത് വെള്ളം ഫാസിലായി കൂട്ടൂല എന്ന് പറഞ്ഞൊരു ഇമാമിങ്ങളുണ്ട്, ഓലെടുക്കൽ തൊട്ടാൽ തന്നെ നജസാവും. അതന്നെ, അതെ അതെ, അതൊന്നും ഇപ്പൊ അതിന് അവർക്ക് ആശക്കാര് പറയണതാ. അതിപ്പോ അവിടെ ഇവിടെ നിങ്ങൾ എന്ത് ഒട്ടേണ്ട ആവശ്യമില്ല. ഹൈല് ഫാസിൽ എന്ന് പറഞ്ഞാലൊക്കെ പറച്ചിലും തന്നെ. ഇവിടെ നമ്മുടെ ഉദ്ദേശം എന്താന്ന് വെച്ചാല്, ഇവിടെ ഒരു കൈതോട് കൂടിയാണ്, ഉപാധിയോട് കൂടിയാണ് വെള്ളത്തിന്റെ അടിയിൽ, അധികരിച്ച വെള്ളത്തിന്റെ അടിയിൽ നിന്നിട്ട് നായയെ തൊട്ടാൽ തൊട്ട ആളുടെ ശരീരഭാഗം നജസാവില്ല എന്ന് പറഞ്ഞത് 2 നിബന്ധന. ഒന്ന്, ഇതിനെ പരസ്പരം സ്പർശിക്കുന്നതിൽ നിന്നിട്ട് തടയുന്ന ഒരു മാനിയായി ഒരു ഹൈലായി പരിഗണിക്കുകയാണെങ്കിലും അത് പരിഗണിക്കൂല എന്ന് പറഞ്ഞ ഇമാമിങ്ങളുടെ ആ കൗലനുസരിച്ച് ഇത് വരൂല. പരിഗണിക്കും എന്ന കൗലെടുക്കുകയും അതോടുകൂടി ഇടക്ക് വെള്ളമില്ലാത്ത നിലക്ക് ശരീരത്തെ മുറുക്കി പിടിക്കുക പോലെയുള്ളത് ചെയ്താൽ നജസാവുകയും ചെയ്യും. അത് രണ്ടും ഇല്ലാതെ ഹൈലായിട്ട് പരിഗണിക്കുകയും അതോടുകൂടി മുറുക്കി പിടിക്കാതിരിക്കുകയും ചെയ്താൽ ഇടക്ക് വെള്ളം മാനിയായി തടസ്സമായി ഉണ്ട് എന്നതുകൊണ്ട് നജസ് എന്ന് വിധി വരൂല. അതിപ്പോ ഒരു മസാല എങ്ങനെയാണ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഒരു പുതുമപ്പെട്ട മസാല, അത് പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ കേട്ടാ വിശ്വസിക്കാൻ കഴിയൂല, പക്ഷെ സംഗതി മസാല അങ്ങനെ തന്നെ. എന്താണ്? വലൗ റഫഅ കൽബുൻ, ഒരു നായ ഉയർത്തി, റഅ്സഹു, അതിന്റെ തല ഉയർത്തി, മിമ്മാഇൻ, ഒരു വെള്ളത്തിന്ന്, വെള്ളം എന്ന് പറഞ്ഞാൽ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം തന്നെ എന്ന് പറഞ്ഞാല്, കുട്ടിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റിൽ വെള്ളം കോരി മുറ്റത്ത് വെച്ചിരുന്നു. കുളിമുറിക്ക് കൊണ്ടുപോയിട്ടില്ല, ഊട്ടിക്കോളി. അതിന്റെ ഇടക്കുണ്ട് ഒരു നായ അയില വന്നിട്ട് തള്ള ഇറങ്ങി വരുന്നത് കണ്ടപ്പം ഈ ബക്കറ്റിന്റെ അടുത്തുനിന്ന് തല പൊന്തിച്ച് പാഞ്ഞാട് പോയി. ഇപ്പൊ ഒരു 90% ഈ നായ പൈല് തലട്ടൂന്ന് തന്നെയാണ് കഥ. പക്ഷെ നിങ്ങൾ ആ 90 കൊണ്ട് കാര്യമില്ലാണ്ട് വന്നേ വരുള്ളൂ. വാഹിർ അങ്ങനെയാണെങ്കിലും അസുര് തൊഹാറത്താണല്ലോ. ആ തൊഹാറത്ത് പോയി വെള്ളം നജസാണ് നോക്കുക ചെയ്യേണ്ട ആവശ്യമില്ല. ഒസ്വാസ് വെയിലിന്റെ അക്കറെ കൊണ്ട് വെച്ചോളാം. അതാ ഒസ്വാസിന് ഇസ്ലാമിന് വരല്ല.
എങ്ങനെ നോക്കുമ്പോ ഫമുഹു മുത്തറത്തബുൻ, അതിന്റെ വായിൽ നനവുണ്ട് താനും. നായ വെള്ളത്തിന്റെ അടുത്ത് നിന്ന് തലപൊക്കുന്നത് കണ്ടു, നായയുടെ മുഖത്ത് വെള്ളം നനഞ്ഞും കണ്ടു. പക്ഷേ വരം യുഴലം മുമാസത്തുഹു ലഹു, ഈ നായ ഈ വെള്ളത്തെ തൊട്ടു എന്ന് ഉറപ്പായിട്ടില്ല. ആണോ? ഇൽമ് എന്ന് പറയുന്ന യക്കീന, ഉറപ്പായിട്ടില്ല. പക്ഷെ പ്രത്യക്ഷത്തിൽ തൊട്ടിരിക്കാം. കാരണം വെള്ളത്തിന്റെ അടുത്ത് നിന്ന് തല പൊന്തിച്ചിട്ടുണ്ട്, വായ്മൽ നനവ് കാണാനുണ്ട്. അപ്പൊ ലാഹിർ അനുസരിച്ച് തൊട്ടു എന്നാണെങ്കിൽ പോലും തൊട്ടതായി ഉറപ്പ് യക്കീനില്ലാത്തയിടത്തോളം ലം യുനജ്ജിസ്, ആ വെള്ളത്തെ ആ നായ നജസാക്കുകയില്ല. നായ തൊട്ടിട്ടില്ല എന്ന് വെച്ചാൽ മതി. പടച്ചോനെ, ഒസ്വാസുകാരോ ഒസ്വാസ് മുഴുവനും ആ നായ പോയ സ്ഥലം കൂടി മുഴുവൻ കഴിയെങ്കിലും ഓരോ ഒസ്വാസ് തീരുള്ളൂ. അങ്ങനെയൊന്നും വേണ്ടാതെ. അദ്ദീനു യുസ്റുൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അദ്ദീനു യുസ്റുൻ, ഈ ആവശ്യമില്ലാത്ത കെട്ടിക്കൂട്ടി ഒസ്വാസിനൊന്നും പോണ്ട. ആചരിക്കാൻ അനുഷ്ഠിക്കാൻ സൗകര്യപ്രദമാണ് അള്ളാഹുവിന്റെ ദീൻ. ഇവിടെ നേരത്തെ പറഞ്ഞേക്ക് അസുലിന് മുൻതൂക്കം കൊടുക്കുന്നു ബാഹിറിനേക്കാൾ. അവിടെയാണ് പ്രശ്നം. മസാല ആലുരാജിക്കും കീശിരിക്കും മോജാമാർക്കൊക്കെ ഇപ്പൊ അറിയുള്ളൂ. അതായത് അസുല് വെള്ളം തൊഹൂറാണ് എന്നതാണ് ഇവിടത്തെ അവസ്ഥയുടെ വാഹിർ. നായ തലമുക്കുന്നത് കണ്ടു, തലമ്മൽ നനവും കണ്ടു. അപ്പൊ അതിൽ വെള്ളം തലയിട്ടിരിക്കാനാണ് വാഹിർ. പക്ഷെ വാഹിർ കേവലം വന്നേയുള്ളൂ. അസുൽ യക്കീന, തൊഹൂറാണെന്ന യക്കീനാവുന്ന അസുലിനെ ഉയർത്താൻ നജസാകാൻ സാധ്യതയുണ്ട് ഗാലിബിലും എന്ന വാഹിറിനെക്കാട്ടിലും ഇവിടെ അസുലിനാണ് മുൻതൂക്കം കൊടുത്തത്. അതുകൊണ്ട് വെള്ളം നജസ് എന്ന് ഹുക്കുമ് വന്നിട്ടില്ല. ഓക്കെ, ഇനി വേറൊരു മസാല. ഇത് നമ്മളെ മദ്ഹബൊന്നുമല്ല, പുറമെന്നുള്ളൊരു മസാല. കാലമാലിക്കുൻ, ബഹുമാനപ്പെട്ട ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാണ്. ദാവൂദു, ഇമാം ദാവൂദ് ളാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും പണ്ടുണ്ടായിരുന്ന മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽപ്പെട്ട ഒരു മദ്ഹബാണ് ദാവൂദ് ളാഹിരി എന്ന് പറഞ്ഞിട്ടൊരു ഇമാമുണ്ട്. അദ്ദേഹത്തിന്റെ മദ്ഹബ് മാലിക് ഇമാമിന്റെ മദ്ഹബ് പോലെ തന്നെ. പക്ഷെ ഇപ്പൊ ഇന്ന് ലോകത്ത് തന്നെ ആചരിക്കുന്ന ആളുകളില്ല എന്നുള്ളത് വേറെ വിഷയം. എന്തു പറയുന്നു? അൽ കൽബു ത്വാഹിറുൻ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത് നായ എന്ന് പറയുന്നത് മറ്റുള്ള ജീവജാലങ്ങളെ പോലെ തന്നെ ത്വാഹിറാണ്. തന്നെയല്ല, മാലിക് ഇമാമിന്റെ അടുക്കല് പന്നിയും ത്വാഹിറാണ് എന്നാ. അത് പിന്നെ ഇവിടെ പറഞ്ഞില്ല, മനസ്സിലായില്ലേ? അത് പറഞ്ഞിട്ടില്ല. 12 രാശിക്കാര് പറഞ്ഞാണ് നായും പന്നിയും നജസല്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ജീവനുള്ള ഒരു വസ്തു ജീവന്റെ തുടിപ്പ് നിലനിൽക്കുമ്പോൾ നജസാവില്ല എന്ന പൊതുവായ നിയമമാണ്. ബാക്കിയുള്ള ഇമാമിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഏതിൽ മാത്രം നായയെ പന്നിയെയും ഈ പൊതു നിയമത്തിൽ നിന്നിട്ട് മാറ്റി അവ ജീവനുണ്ടായാലും നജസാണെന്നുള്ള പ്രത്യേക നിയമമാണ്. എന്നാൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത് അതിന് വ്യക്തമായ രേഖ തെളിവില്ല. ഏത്? ഇവ ജീവൻ ഉണ്ടാവുമ്പോൾ നജസാണ്, തടി നജസാണ് എന്നതിന് തെളിവില്ല. ചത്തായല്ല നജസാണ്, അത് നായും പന്നി എന്ന് അറിയേണ്ടതില്ല. ഏത് ചത്താലും നജസ. ജീവൻ ഉണ്ടാവുമ്പം ഒറ്റൊന്നും നജസല്ല, നായും പന്നിയും അതും നജസല്ല. അങ്ങനെ വരുമ്പോ പിന്നെ അപ്പൊ കുറഞ്ഞ വെള്ളം 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളമാണെങ്കിൽ പോലും ആ വെള്ളം നജസാവൂല. നായ തലട്ടാല്, പൂച്ച തലട്ട ഒക്കുമെന്നെ ഉള്ളൂ. പൂച്ച ത്വാഹിറാണ്, അതുകൊണ്ട് പൂച്ച തലട്ട വെള്ളത്തിൽ നജസാവൂല. എന്നതുപോലെ തന്നെ നായും ത്വാഹിറാണ്, അപ്പൊ നായ തലട്ട വെള്ളം നജസാവൂല. അപ്പൊ പിന്നെ ഒരു ഇഷ്കാല് സ്വഹീഹായ ഹദീസിൽ ഇദാ വല അൽ കൽബു ഫീ ഇനാഇ അഹദികും ഫഗ്സിലൂഹു 7 മർറാത്ത് ഊലാഹുന്ന ബിത്തുറാബ്. നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു പാത്രത്തിൽ നായ തലയിട്ടാൽ 7 പ്രാവശ്യം അത് നിങ്ങൾ കഴുകണം. അതിലൊരു പ്രാവശ്യം മണ്ണ് കലർത്തിക്കൊണ്ടാവണം എന്ന് ഹദീസ് സഹീഹുണ്ടല്ലോ. അതിന് പറയുന്നത് കഴുകണം. അത് നമ്മളും പറയുന്നുണ്ട്. വഇന്നമാ യജിബു വസ്ലുൽ ഇനാഇ, പാത്രം കഴുകൽ വുജൂബാകുന്നത് ബിവുലൂഹിഹി, നായ തലയിടൽ കൊണ്ടിട്ട്, തലയിട്ടാ മാത്രമേ ഉള്ളൂ കേട്ടോ, തലയിടൽ കൊണ്ടിട്ട് പാത്രം കഴുകൽ വുജൂബാകും എന്ന് പറയുന്നത് തഅബ്ബുദൻ, അതിന്റെ യുക്തി നമ്മൾക്കറിയില്ല. സാധനം നജസായത് കൊണ്ടല്ല, അതുകൊണ്ട് വെള്ളം നജസാവൂല. അത്
ഇപ്പൊ എന്തിനാ പറഞ്ഞെന്നറിയോ? നമ്മളെ മദ്ഹബ് അനുസരിച്ച് പറഞ്ഞു, ഒരു ബക്കറ്റിൽ വെള്ളം എടുത്ത് വെച്ചിരുന്നു, എന്തോ ഒരു ആവശ്യത്തിന് അപ്പുറം പോയി ഇങ്ങോട്ട് വന്നപ്പോണ്ട് കാലക്കേട് ഒരു നായ അതിന്റെ അടുത്തുനിന്ന് തലയും പൊക്കിയിട്ട് പാഞ്ഞു പോണ്. അപ്പൊ നോക്കുമ്പോ ഇതിന്റെ മുഖത്ത് സൂക്ഷിച്ച് നോക്കുമ്പോ നനവിന്റെ അടയാളവും കാണാനുണ്ട്. എന്നാ പടച്ചോനെ ഇനി എന്താ കാട്ടിന്, ഈ നായറ്റതിൽ തലട്ടോ, എന്നാ ഞാൻ വെള്ളം ഒഴിവാക്കി ആ ബക്കറ്റ് 7 വട്ടം കഴുകി മണ്ണ് അതിന്റെ ഒന്നും ആവശ്യമില്ല, നായ അതിൽ തലയിട്ടു എന്ന് ഉറപ്പായെങ്കിലേ വെള്ളം നജസാവുള്ളൂ. ഇനി പറയാണ് മാലിക് ഇമാം ഷാഫി ഇമാമിന്റെ ഉസ്താദാവുന്ന മാലിക് ഇമാം പറയുന്നത് തലട്ട് കുടിക്കണ നിങ്ങളെ കണ്ണോണ്ട് കണ്ടാലും ആ വെള്ളത്തിന് ഒരു കുഴപ്പമില്ല, വെള്ളം തോഹിറാണ്. എന്നാ പിന്നെ പാത്രം കഴുകണ്ടേ? അതേ കഴുകണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പാത്രത്തിൽ തലയിട്ടാ കഴുകണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്, നജസായത് കൊണ്ടല്ല. എന്തുകൊണ്ട്? ദുന്യാവിൽ ഒരു നജസും 7 വട്ടം കഴുകാൻ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് നജസായത് കൊണ്ടല്ല. ഇനി 7 വട്ടം എന്ന് പറഞ്ഞാൽ തന്നെ മണ്ണിട്ട് കഴുകണം എന്തിനാ? നജസും മണ്ണുമായിട്ട് എന്താ ബന്ധം? അപ്പൊ അത് ഞമ്മക്ക് മനസ്സിലാകാത്ത എന്തോ ഒരു യുക്തിയുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വായിട്ടാല് കഴുകണം എന്നാണല്ലോ. അതുകൊണ്ട് വായിട്ടാ കഴുകാൻ നജസായത് കൊണ്ടല്ല. വായല്ലാതെ ശരീരത്തിന് ഏത് ഭാഗം തൊട്ടാലും നജസാവൂല. വായിട്ടാൽ തന്നെ വെള്ളം നജസാവൊന്നുമില്ല, പാത്രം നജസാവൂല. പക്ഷേ പാത്രം 7 വട്ടം കഴുകണം. മനസ്സിലായില്ലേ? എന്നാൽ ഹംബലി മദ്ഹബില് മശൂറായ കൗല് 8 വട്ടം കഴുകണം. 8 വട്ടം കഴുകുക പറഞ്ഞാൽ 7 വട്ടം വെള്ളം കൊണ്ടും 1 വട്ടം മണ്ണ് ഇറക്കിയ വെള്ളം കൊണ്ടും. അപ്പൊ ഇങ്ങനെ 8 പ്രാവശ്യം കഴുകണം എന്നാണ് മശൂറായ കൗല്. വേറെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും മശൂറായ കൗല് അതാണ്. എന്നാൽ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, ഈ 7ന്റെ യുക്തി നമുക്ക് മനസ്സിലാടില്ല. അതുകൊണ്ട് സാധനം നജസ് തന്നെ. നജസായത് കഴുകൽ സാധാരണ എല്ലാം 1 വട്ടം കഴുകി തടി നീങ്ങിയാൽ ശുദ്ധിയാവും. 3 വട്ടാക്കൽ സുന്നത്താണ്. അത് നായ തൊട്ടാലും അത്രേ വേണ്ടൂ. മനസ്സിലായില്ലേ? നായ തൊട്ടാലും എന്ത് മതി? സാധാരണ നജസ് ശുദ്ധിയാക്കും പോലെ 1 വട്ടം കഴുകി ശുദ്ധിയാക്കിയിട്ട് തടി നീങ്ങിയാൽ ശുദ്ധിയാവും. പിന്നെ 2 വട്ടം കൂടി കഴുകൽ സുന്നത്തുമാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, അതൊക്കെ കഴിഞ്ഞു. നജസ് ശുദ്ധിയാക്കുന്ന വകുപ്പ് കഴിഞ്ഞപ്പം ഇനി ശുദ്ധിയാക്കാതെ തന്നെ ചില നജസോട് കൂടി ശരീരത്തിലോ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ വുളു എടുക്കുന്ന വെള്ളത്തിലോ ഒക്കെ നജസ് ഉള്ളതോട് കൂടി തന്നെ നിസ്കരിക്കാൻ പറ്റുന്ന, ഉപയോഗിക്കാൻ പറ്റുന്ന ചില നജസുകളുണ്ട്. അത് നജസിന്റെ കൂട്ടത്തിൽ എണ്ണാതെ ഇവിടെ പറയാൻ കാരണം, നജസിനെ ശുദ്ധിയാക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നിസ്കാരാദി കാര്യങ്ങൾ ചെയ്യാനുള്ള തടസ്സം നീങ്ങലാണല്ലോ. അപ്പൊ അത് നീക്കേണ്ട നജസിനെ പറ്റി പറഞ്ഞു. ചില നജസുകൾ ഉള്ളതോട് കൂടി തന്നെ നജസോട് കൂടി തന്നെ നിസ്കരിക്കാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. അങ്ങനത്തെ ഉണ്ട്. അതിനാണ് അഫുള്ള നജസുകളെ സംബന്ധിച്ച് പറയുന്നത്. ഇത് തെർത്തീബായിട്ടല്ല പറയുന്നത്, ചില കാര്യങ്ങൾ എണ്ണി പറയുന്നു എന്ന്. തെർത്തീബായിട്ട് കിട്ടാൻ ഓരോന്നും ഏതിലൊക്കെ അഫു ചെയ്യപ്പെടും എന്നത് വ്യക്തമാകാനും പണ്ട് നമ്മൾ ഖുലാസ് ഓതിയപ്പം പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ ഒരു വട്ടം ആവർത്തിച്ച് നോക്കിയാൽ വേർതിരിച്ചു കിട്ടും. വിടുതി നൽകപ്പെടും എന്ന് പറഞ്ഞാൽ എന്താ? വിടുതി നൽകപ്പെടും എന്ന് പറഞ്ഞാൽ സാധനം നജസ് തന്നെ, പക്ഷെ അതോടുകൂടി നിസ്കരിക്ക, മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക, അതിന് കുഴപ്പമില്ല. അതാ അഫു ചെയ്യണം. സംഗതി നജസ് തന്നെയാണ് ഹുക്കുമ്. പക്ഷെ ആ നജസ് ഉള്ളതോടുകൂടി നിസ്കരിക്കാൻ പറ്റും, വസ്ത്രമാണെങ്കിൽ ധരിക്കാൻ പറ്റും, സ്ഥലമാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും, വെള്ളമാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും, തുടങ്ങിയ കാര്യങ്ങൾ. എന്തിനെ തൊട്ട് അഫു ചെയ്യപ്പെടും? നഹ്വി ബറൂസിൻ, ചെള്ള്, കൊതു, മൂട്ട തുടങ്ങിയ ചെറുജീവികളുടെ രക്തത്തെ തൊട്ട്. ആ രക്തമൊക്കെ നജസ് തന്നെയാണ്. മൂട്ടന്റെ ചോരിൻ നജസാണ്, കൊതുകിന്റെ ചോരിൻ നജസാണ്, ചെള്ളിന്റെ ചോരിൻ നജസാണ്. ചെള്ള് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആരൂരിനൊക്കെ മനസ്സിലാവും. ഇപ്പത്തെ ചെറുപ്പക്കാരുട്ടിക്ക് മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല. മനസ്സിലായില്ലേ? ഇപ്പത്തെ ചെറുപ്പക്കാരുട്ടിക്ക് മനസ്സിലാവുമോ എന്ന് പറഞ്ഞാൽ, ചെള്ള് എന്ന് പറഞ്ഞാല് ചെറിയൊരു സാധനം, കറുത്തിട്ട് ഇങ്ങനെ ചാടിപ്പോവും. പറക്കുകയാണെന്നാ തോന്നുക, ദൂരത്തേക്ക് തുള്ളു. അത് കടിച്ചാൽ ഈ കൊതു കടിക്കും പോലെ ഉണ്ടാവും. ചെറിയ സാധനം ചെള്ള്. മനസ്സിലായില്ലേ? ആരൂരിനൊക്കെ അറിയാം. ഇപ്പത്തെ കുട്ടിയൊക്കെ ഒന്നും നമ്മളെ നാട്ടിൽ പോയി കണ്ട ആരൂരെ ഇപ്പൊ മൂട്ട കൊണ്ട് വയ്യ ഞങ്ങളവിടെ എന്ന് പറഞ്ഞാൽ എന്താ ഉപ്പ മൂട്ടാന്ന് ചോദിക്കും. കാരണം നാട്ടില്
മൂട്ട ഇല്ലാതായി. നമ്മളാരെങ്കിലും ഗൾഫിൽ നിന്ന് പോകുമ്പോ നമ്മളെ പാന്റിലോ കുപ്പായത്തിന്റെ ഈ കൗത്തിൽ മടക്കി വെക്കുന്ന ആ സ്റ്റിപ്പിന്റെ ഉള്ളിലോ എവിടെയെങ്കിലും ഒക്കെ വല്ല മൂട്ടയുണ്ടെങ്കിൽ അത് കൊണ്ടുപോയിട്ട് കുട്ടികളെ വിളിച്ചു വരുത്തിയിട്ട് കാണിച്ചു കൊടുക്കുക. മക്കളെല്ലാവരും പേര് ഗൾഫിൽ നിന്നുള്ളൊരു സ്പെഷ്യൽ കോള് എന്ന് പറഞ്ഞിട്ട് അടുത്ത് വിളിച്ചു വരുത്തിയിട്ട്, നിങ്ങൾ കേട്ടിട്ടില്ലേ മൂട്ടാന്ന്, അങ്ങനെയൊന്നുണ്ടാ? അന്നാ മക്കൾ പറയാം അങ്ങനെയൊന്നുണ്ടാ? അങ്ങനെ ഉണ്ട് മൂട്ട, എന്നാ അത് കണ്ടോളിട്ടോ എന്ന് പറഞ്ഞിട്ട് ഈ കുപ്പായത്തിന്റെ കൗത്തിലെ ഇത് മടക്കി വെച്ച മെല്ലെ പൊന്തിച്ചിട്ട് എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ഇതാണ് മക്കളെ മൂട്ട എന്ന് പറയാം. നാട്ടിൽ ഇന്നില്ല, മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ തന്നെ ചെള്ള് പലർക്കും അറിയില്ല. ചെള്ള് എന്ന് പറഞ്ഞാല് തെങ്ങിന്, ഈ തെങ്ങ് കൃഷിയുള്ളവർക്ക് അറിയാം. തെങ്ങിന്റെ തല കുത്തുന്ന ഒരു സൈസ് ചെള്ളുണ്ട്, അതല്ല ഇപ്പൊ അറിയില്ല, അത് വലിയതാ, മനസ്സിലായി? തെങ്ങിന്റെ തലയൊക്കെ മുറിച്ച് കളയുന്ന സൈസാ. അതിന് പക്ഷെ ഒരിക്കുന്ന ചോര ഉണ്ടാവില്ല കേട്ടോ, അത് വേറെ വിഷയം. അപ്പൊ ഈ ചെള്ള്, കൊതുക്, മൂട്ട പോലെയുള്ളവയുടെ രക്തം, എന്താ ഈ പോലവീയത്ത് എന്തിനാ? എന്ത് പോലെ എന്ന് പറഞ്ഞാൽ ഒരു പോലവീയത്ത് വേണ്ടേ? ആ പോലവീയത്ത് മിമ്മ ഒരു ജീവികളാൽ. എങ്ങനത്തെ ജീവികളാണ്? ലാ നഫ്സലഹു, അതിന് ചോരില്ല. എങ്ങനെ? സായിരത്തൻ, ഒലിക്കുന്നതായ തരത്തിലുള്ള ചോരല്ല, തീരെ ചോരല്ല എന്നല്ല. ഉദാഹരണം, ഒരു കൊതുവിനെ നമ്മൾ മെല്ലെ പിടിച്ചിട്ട് അതിന്റെ ഒരു കാല് കണ്ട് മുറിക്കുക, എന്നിട്ട് നോക്കുക ഒലിച്ചു വരുന്നുണ്ടോ, ഒന്നിങ്ങനെ പൊടിഞ്ഞു നിൽക്കും, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ മൂട്ടക്ക് കുറെ കാലുണ്ടാവുമല്ലോ, ആ കാലൊന്ന് നല്ല പൗതിക്കുന്നുണ്ട് മുറിച്ചു വെക്കുക. ഇനി വേണ്ട തലമെല്ലാം മുറിച്ചു വെക്കുക, അവിടെ ഒന്നും ചോര ഒലിക്കൂല, ഒന്നിങ്ങനെ പൊടിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഒലിക്കുന്ന ചോരയില്ലാത്ത വർഗത്തിൽപ്പെട്ട ജീവികളുടെ രക്തം, അവിടെ വർഗം അടിവരടണം എന്ന് പറഞ്ഞാൽ ഒരു മൂട്ടങ്ങട്ട് വലുതായി 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 ചക്കക്കുരോളം അങ്ങോട്ട് വലുതായി നോട്ടിക്കോളി. അങ്ങനെ വലുതായ ഒരു മൂട്ടനെ മെല്ലെ പൊടിച്ച് അതിന്റെ ഒരു കാലൊരു കത്രി കൊണ്ട് കട്ട് ചെയ്തപ്പോ ചോരങ്ങട്ട് ഒലിച്ചു. ഓ, ഇതിന് ഒലിക്കുന്ന ചോര ഉണ്ട് കേട്ടോ എന്ന് ഫത്വ കൊടുക്കാൻ നിൽക്കണ്ട. ഈ മൂട്ടക്ക് ഒലിക്കുന്ന ചോര ഉണ്ടായത് ഒരു അപൂർവ സംഭവ. മൂട്ട വർഗത്തിലേക്ക് നോക്കുമ്പോൾ ഒലിക്കുന്ന ചോരയില്ല, അവിടെ അർത്ഥം. അപ്പൊ ഈ വർഗത്തിന് ഒലിക്കുന്ന ചോരയില്ല. അത്തരം വർഗത്തിൽപ്പെട്ട ജീവികളുടെ രക്തം അഫു ചെയ്യപ്പെടും. ഇതുപോലെ ബഴൂറ് എന്ന് പറഞ്ഞാല് കൊതുവിന്റെ മറ്റേ ചെറിയ സാധനമാണ്, പുർക്കാറിന്. അത് പേന് കമ്പിളി പറഞ്ഞ പേന്, ഇങ്ങനെ പേന്, പുർക്ക തുടങ്ങിയ ചെറുജീവികളെയൊക്കെ ചോരണ്ട്. പക്ഷേ ആ വർഗത്തിന് ഒലിക്കുന്ന ചോരല്ല. പെണ്ണുങ്ങൾക്ക് ഈശ്വരിക്കറിയിക്കാറ്, ആരൂരാജിക്കറിയില്ല. പെണ്ണുങ്ങൾ മുടി പണ്ടുണ്ടായി ഒഴിവുള്ള സമയത്ത് ഇങ്ങനെ കൂടി കുത്തിരുന്നുകാണ്ട് മുടിയിൽ പേൻ നോക്കല്. അവന്റെ ഉണ്ണളെ ഒരു ചക്ക പോലത്തെ പേന്, ചക്ക പോലത്തെ പേന് പറഞ്ഞ നമ്മള് മണ്ടി ചെന്ന് മുറിച്ചാലിപ്പോ ദിവസം കൂട്ടാൻ നോക്കുന്നതിൽ ചെന്ന് നോക്കുമ്പോ ഇന്നെ പോലത്തെ ഒരു കണ്ണട വെച്ചാൽ കാണൂല, അത്ര ചെറുതീക്കാറ്. പക്ഷെ കൂട്ടത്തിൽ കുറച്ച് മുഴുപ്പുണ്ട് ആ പറഞ്ഞതിനർത്ഥം ചക്ക പോലത്തെ പേന് പറഞ്ഞ അത്ര കുറച്ച് കൂട്ടത്തിൽ വലിയതാതിനെ ആ പറഞ്ഞതിന് മാനേ ഉള്ളൂ. അങ്ങനെ ചക്ക പോലത്തെ പേനാണെങ്കിലും പേനിന്റെ, ചെള്ളിന്റെ, കൊതുകിന്റെ, മൂട്ടയുടെ ഒക്കെ ചോര, ആ ചോര അഫു ചെയ്യപ്പെടും എന്ന് പറഞ്ഞപ്പോ പ്രത്യേകം അടിവരയിട്ട് പറയുന്നു, ലാ അൻ ജിൽദിഹി, അവ ചത്തിട്ട് അതിന്റെ തോല് ശരീരത്തിൽ പറ്റിപ്പിടിച്ചാൽ അതിന് അഫു ബാധകമല്ല. മനസ്സിലായില്ലേ? തോലിന് അഫു ബാധകമല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് വ്യാപകമായി ഉറുമ്പ് ശല്യം നാട്ടില്. ഒരു സൈസ് കുനിയൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വലിപ്പമുള്ള കറുത്തൊരു സൈസ് ഉറുമ്പ് കടിക്കൊന്നുമില്ല, എല്ലായിടത്തും അതിന്റെ ശല്യം. ഇതിന്റെ ഇടയ്ക്ക് ഒരു പള്ളി നാട്ടിലുള്ളപ്പം ഒരു 2-3 മാസം തുടർച്ചയായിട്ട് അവിടെ ക്ലാസ്സിന് പോയിരുന്നു. അപ്പൊ അവിടെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ പേടിയാ, വരിയായിട്ട് ഈ ഉറുമ്പ് ഇങ്ങനെ പോവുക. അങ്ങനെ അറിയാതെ നമ്മൾ റുക്കോയ് സുജൂദ് ചെയ്യുമ്പോൾ നമ്മുടെ കാലിന്റെ മുട്ടിന്റെ അടിയിലോ നെറ്റിമലോ ഒക്കെ പറ്റിയിട്ട് ഇത് ചത്തുപോയാൽ നമ്മൾ അറിയാതെ ശരീരത്തിൽ ഈ തുണിയിൽ പറ്റിപ്പിടിച്ചു അല്ലെങ്കിൽ നെറ്റിമൽ പറ്റിപ്പിടിച്ചു നിന്നാ നിസ്കാരം പാത്തിലാവും. മനസ്സിലായില്ലേ?
കാരണം എന്താ, അതിന് ഒലിക്കുന്ന ചോരയില്ലാത്ത ജീവിയാണ്. അതിന്റെ ചോരയായ അഫുണ്ട് എന്നാ പറഞ്ഞത്, പക്ഷേ അതിന്റെ തൊലി അഫുവില്ല. അപ്പൊ ഒരു ചത്ത ഈച്ച നമ്മളെ വസ്ത്രത്തിലോ ശരീരത്തിലോ നമ്മൾ അറിയാതെ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു ചത്ത ഉറുമ്പ്, ഒരു ചത്ത മൂട്ട അല്ലോടത്ത് ഭയങ്കര പ്രശ്നമാണത്. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ അത് മേത്ത് പൊട്ടി. അങ്ങനെ ഇട്ട് ആ ബനിയൻ ഇട്ട് കണ്ട് തന്നെ നിസ്കരിക്കുന്നത്. പിന്നെ നിസ്കരിച്ചു വന്ന് ബനിയൻ കഴിച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് ബനിയൻ കഴിച്ച് നോക്കുമ്പോ ഈ ബനിയന്റെ പുറത്തുണ്ട് ഒരു മൂട്ടന്റെ തോല് ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കണ്. അത് അഫുവില്ല, നിസ്കാരം സഹിയാവുന്നതല്ല. അത് പ്രത്യേകം മനസ്സിലാക്കാം. വദമി നഹ്വി ദുമ്മലിൻ, കുരു അഫു ചെയ്യപ്പെടും. അതന്നെ ഇനി അഫു ചെയ്യപ്പെടുന്ന മറ്റൊന്നാ വദമി നഹ്വി ദുമ്മലിൻ, ചോരക്കുരു പോലത്തതിന്റെ പോലത്തെ പറഞ്ഞാൽ ബുസ്റത്ത്, മോക്കുരു, ജുറഹ്, മുറിവ്, ഇതിനൊക്കെ ഉണ്ടാകുന്ന ചോര. ശരീരത്തിലെവിടെയോ തട്ടിയിട്ടോ മുട്ടിയിട്ടോ കത്തി പറ്റിയിട്ടോ ബ്ലേഡ് പറ്റിയിട്ടോ മറ്റോ മുറിവായി അതിന്ന് വരുന്ന ചോര, അതല്ലെങ്കിൽ മുഖക്കുരു എന്ന് വരുന്ന ചോര, അതല്ലെങ്കിൽ ചോരക്കുരുവിൽ നിന്ന് വരുന്ന ചോര, ഇതൊക്കെ ആഫുണ്ട്. കണ്ടോ, ഇങ്ങനെയുള്ള കുരു മുറിവ് പോലത്തതിൽ നിന്നിട്ട് വരുന്ന ചലം, വസദീദിഹി, ചോരയും നീരും കൂടി വരുന്നത് സദീദ്. ഇങ്ങനെ ചലം, ചീഞ്ചലം, രക്തം എന്നിവ കുരു, മുഖക്കുരു, മുറിവ് തുടങ്ങിയതിൽ നിന്നും പുറപ്പെടുന്നത് അഫു ചെയ്യപ്പെടും. അവിടെ ഇൻകസുറദ്ദമോ, രക്തം കൂടുതലുണ്ടെങ്കിലും അഫു ചെയ്യപ്പെടും. ഫീഹിമാ, ഈ ഒലിക്കുന്ന ചോരയില്ലാത്ത ജീവിയാവുന്ന ചെള്ളു കൊതുമൂട്ട പോലത്തെ ചോരയാണെങ്കിലും, അതല്ല ഇനി ചോരക്കുരു, മുഖക്കുരു, മുറിവ് പോലത്തതിൽ നിന്ന് വരുന്ന ചോരയും അധികരിച്ചതാണെങ്കിലും അഫു ചെയ്യപ്പെടും എന്ന് മാത്രമല്ല, വന്തശറബിൻ, വിയർപ്പുമായി കലർന്ന് അത് പരന്നിട്ടുണ്ടെങ്കിലും അഫു ചെയ്യപ്പെടും. പുറമെന്നുള്ള വെള്ളം കലർന്നിട്ടല്ല. അതേസമയത്ത് ഉളു എടുക്കുന്ന വെള്ളം കലർന്നിട്ടാണെങ്കിൽ ഇതേ വിധി തന്നെ. അതല്ലെങ്കിൽ വിയർപ്പ് എന്നിവ കലർന്നിട്ട് അത് പരന്നാലും അഫു ചെയ്യപ്പെടും. ഔ ഫഹ്ശല്ലവ്വലു, ഒലിക്കുന്ന ചോരയില്ലാത്ത ജീവിയുടെ രക്തം വല്ലാതെ മോശമാവുന്നതിനൊക്കെ അമിതമായിണ്ട്. ബിഹൈസു തബ്ബഖ സ്വബ്ബ, വസ്ത്രം മുഴുവനും മൂടിയാണ്, അത് കട്ടിയായി, മൂട്ടച്ചോരോണ്ടേ ഇട്ട് കട്ടിയായി, അതിന് അത്ര ഉണ്ട്. എന്നാലും അഫു ചെയ്യപ്പെടും. അലൽ മങ്കൂലിൽ മുഅ്തമദി, മുഅ്തമദായ ഇമാമവർകളിൽ നിന്നിട്ടും നക്കൽ ചെയ്യപ്പെട്ട കൗലനുസരിച്ച് കട്ടിയായിട്ട് ഉള്ള നിരക്ക് വല്ലാതെ കൂടുതലുണ്ടെങ്കിൽ പോലും മൂട്ട പോലെയുള്ള ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികളുടെ രക്തത്തെ തൊട്ട് അഫു ചെയ്യപ്പെടും എന്ന്. എല്ലായിടത്തും എത്തി നിറഞ്ഞാണ്, ആകെ ഒരു ചോരക്കുപ്പായായി മാറിയാണ്. കൊതും കെട്ട് നിറഞ്ഞിട്ട് അല്ലെങ്കിൽ മൂട്ടും കെട്ട് നിറഞ്ഞിട്ടേ കുപ്പായത്തിലാകെ ചോര, കുപ്പായത്തിലിട്ട് ചോര കൊണ്ട് ആകെ ഒരു ചോപ്പൻ കുപ്പായായിന്. ഇയാളെ കണ്ട ഏതോ വല്ല സഖാവ് പ്രകടനത്തിന് പോവുകയാണോ തോന്നുന്നു, പള്ളിയിലേക്ക് വരുന്നുണ്ട. എന്നാലും നിൽക്കാന്ന് മനസ്സിലായില്ലേ. നൊക്കൂല് എന്ന് പറഞ്ഞാലേ അതാരൂരെ മീമ് പോയതാകാനേ സാധ്യത ഉള്ളൂ കേട്ടോ. ഇനി വേണമെങ്കിൽ ഞാന് മറ്റേത് നോക്കിയിട്ട് തെർശീഹ് നോക്കിയിട്ട് പറഞ്ഞുതരാം. തെർശീഹ് നോക്കിയിട്ട് പറഞ്ഞുതരാം. മങ്കൂല് എന്നാണോ നൊക്കൂല് എന്നാണ് നിങ്ങൾ ഈ ആനത്തിലാണ് ഇക്കാരം നോക്കുക എന്നത്. ഞാനും നോക്കുന്നത് പൈ തന്നെ, അതുകൊണ്ട് അതിലുള്ളത് നൊക്കൂല് എന്ന് തന്നെയാണ്. അതിനൊരു വജ്ഹ് കാണുന്നില്ല. നോക്കട്ടെ, മനസ്സിലായില്ല. അയാളും അങ്ങനെ തന്നെയാണ് പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ നിൽക്കാം. അഴഫി നൊക്കൂല് തന്നെയാണ് കാണുന്നത്. ഞാനും ആണെങ്കിൽ നോക്കിയിട്ട് നാളെ എങ്ങനെയാണ് അതിന്റെ ഭാഗത്ത് വ്യത്യാസം ഉണ്ടോന്ന് നോക്കി
നാളെ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. എങ്ങനെ ബിഗൈരി ഫീലിഹി, അവിടുന്ന് അങ്ങോട്ട് നാളെ ഇൻഷാ അല്ലാഹ് നോക്കാം. ബിഗൈരി ഫീലിഹി എന്നോടെ മുതൽക്ക് ഒരു ബാക്കിയായിട്ടില്ല. വൈങ്കസുറ മുതൽക്ക് ഇങ്ങോട്ട് നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ അവിടെ നുഖൂല് എന്ന് തന്നെയാണോ എങ്കിൽ അതിന്റെ ഹാസിൽ മാന, അതുപോലെ തന്നെ മങ്കൂലാണെങ്കിൽ പിന്നെ വാഹിറുമാണ്. അത് നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് വൈങ്കസുറ ദമ്മു മുതൽക്ക് നാളെ ഓതാ. ഇന്ന് അവിടെ നിൽക്കട്ടെ ഇൻഷാ അല്ലാഹ്.